പ്രിയ വിദ്യാർത്ഥികളെ, സെക്കൻഡ് ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ സപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം എന്നതായിരുന്നു. സപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു സപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലും സപ്പറബിൾ ഫോമിലേക്ക് മാറ്റാൻ പറ്റുമോ. അവിടെ 3 ടൈപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്ന് ഹോമോജീനിയസ് ആവുമ്പോൾ, രണ്ടാമത്തേത് ഒരു പ്രത്യേക ഫോം അല്ലേ, എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സം എൽ ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് എം. ഈ ഫോമിലാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, സപ്പറബിൾ ഫോമിലേക്ക് മാറ്റാൻ പറ്റും. ഓക്കെ. മൂന്നാമത്തെ ടൈപ്പ് മിസ്സലേനിയസ് ഫോം, ദറ്റ് ഈസ് വേറെ ഇത് കൂടാതെ വേറെ ഏതെങ്കിലും ഫോമിലാണെങ്കിലും നമുക്ക് അതിൻ്റെ ഏതെങ്കിലും ഒരു ജനറൽ ടേമിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ. ഇനി നമ്മൾ എടുക്കുന്നത് ഈ ഒരു ഫോമിലാണ്. ഞാൻ വീണ്ടും പറഞ്ഞു, ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ഒറ്റ മെത്തേഡ് മാത്രം പോരാ. കാരണം ഒരു മെത്തേഡ് ഉപയോഗിച്ച് കംപ്ലീറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇത്രയും മെത്തേഡ്. ഒന്നാമത്തെ മെത്തേഡ് റിഡക്ഷൻ സപ്പറബിൾ ഫോം ആണെങ്കിൽ. ഓക്കെ. ഇനി രണ്ടാമത്തെ മെത്തേഡ് ഈ ഒരു ഫോമിലാണെങ്കിൽ ഡി വൈ ഡിവൈഡഡ് ബൈ ഡി എക്സ് പ്ലസ് സം function of x, that is p of x into y equal to f of x. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫസ്റ്റ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ കംപ്ലീറ്റ് പഠിക്കുന്നത്. കാരണം ചാപ്റ്ററിന്റെ പേര് തന്നെ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ മാത്രമേ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇനി ഇത്തരം ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ dy by dx അല്ലേ, dy by dx that is y dash plus some function p of x y equal to f of x. ഇത്തരം ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, വളരെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ. ആ സൊല്യൂഷനെ കറക്റ്റ് ആയിട്ട് ഇവിടെ എഴുതി വെക്കുകയാണ്. ആ സൊല്യൂഷൻ ദറ്റ് ഈസ് ഇ പവർ ഇന്റഗ്രൽ p of x dx into y, that is y into e power integral p of x dx, this equal to integral e power integral p of x dx into f of x dx plus c. കാണുമ്പോൾ വലിയൊരു ടേമാ തോന്നും അല്ലേ. ഈ ടേമിനെ ഇ പവർ ഇന്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ്, ഇതിനെ വിളിക്കുന്ന പേരാണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. അഥവാ നമ്മൾ ഈ ഇക്വേഷന് ത്രൂ ഔട്ട് ദറ്റ് ഈസ് ഇ റേസ് ടു ഇവിടെ വൈ ഇൻറ്റു ഈ ഇക്വേഷന് ഇവിടെയും എന്തുണ്ട്, ഒരു ഇ റേസ് ടു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കൊണ്ട് ഇൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ദറ്റ് ഈസ് നമുക്ക് വേണമെങ്കിൽ ആദ്യം ഇത് കണ്ടെത്താം, എന്നിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഇത്തരം ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് എപ്പോഴും എന്തായിരിക്കണം, ഇതിന്റെ പ്രത്യേകം എന്താണ്, ഡി വൈ ബൈ ഡി എക്സിന്റെ കോഫിഷ്യന്റ് ഇവിടെ 1 ആണ് അല്ലേ, ഇവിടെ 1 ആണ്. ഡി വൈ ബൈ ഡി എക്സിന്റെ കോഫിഷ്യന്റ് ഇവിടെ 1 ആണ്. നെക്സ്റ്റ് വൈയുടെ കൂടെയുള്ള എന്ത് ഫംഗ്ഷനെയും എക്സിന്റെ ഫംഗ്ഷനെ നമ്മൾ പി ഓഫ് എക്സ് എന്ന് വിളിക്കുന്നു. ഈക്വൽ സൈൻ കഴിഞ്ഞാൽ പിന്നെ എക്സിന്റെ ടേമിലുള്ള ഒരു ഫംഗ്ഷനാണ്. ഓക്കെ. ഒന്നുകൂടി ഞാൻ പറയാം, വൈ ഡാഷിന്റെ കോഫിഷ്യന്റ് ഇവിടെ 1 ആണ്. വൈയുടെ കൂടെയുള്ള ഫംഗ്ഷനെ പി ഓഫ് എക്സ് എന്ന് വിളിക്കുന്നു. ഈക്വൽ സൈൻ കഴിഞ്ഞിട്ടുള്ള ഫംഗ്ഷനെ എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ സൊല്യൂഷൻ ഇതാണ്. വൈ ഇവിടുന്ന് വൈ ഈക്വൽ ടു എന്ന് എഴുതാം അല്ലെ. y ഈക്വൽ ടു ഇതിനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ഇ പവർ മൈനസ് അല്ലെ 1 ഡിവൈഡഡ് ബൈ എന്ന് വരും. ഓക്കെ. മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി എഴുതാം, 1 ഡിവൈഡഡ് ബൈ ഇ പവർ ഇന്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ്, പിന്നെന്താണ് ഇന്റഗ്രൽ ഇതിന്റെ അകത്തും ഇന്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് സി, ഇങ്ങനെ വരും അല്ലെ. ഇതിനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഒന്നും കൂടി വേണമെങ്കിൽ സിമ്പിൾ ആക്കിയിട്ട് ഇ പവർ മൈനസ് ഇതിനെ മുകൾക്ക് ഇരിക്കുന്ന ഇ പവർ മൈനസ് പി ഓഫ് എക്സ് ഡി എക്സ് ഇന്റഗ്രൽ നെക്സ്റ്റ് ഇ പവർ ഇന്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് സി, ഇങ്ങനെ എഴുതാം. ഇതൊന്നും നിങ്ങൾ പഠിക്കണമെന്നില്ല. ഈ ഒറ്റ ടേം ഇതേ ഫോമിൽ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. എന്നിട്ട് ആൻസർ കിട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, y ഈക്വൽ ടു എന്ന് എഴുതാം.
അപ്പോൾ വീണ്ടും പറയുകയാണ് ഈ ഒരു ടേമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ പ്രോബ്ലംസും ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് y dx minus x dy plus log x dx equal to 0. അത് നിങ്ങൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറ്റാൻ പറ്റുമോ ചെക്ക് ചെയ്യുക. എന്നിട്ട് അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡിലേക്ക് പോകാം. ഇവിടെ ഡി എക്സ് രണ്ട് ടേം ഉണ്ട്, നമുക്ക് അത് ഒറ്റ ടേം ആക്കി എഴുതാം. y പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു ഡി എക്സ് അല്ലേ മൈനസ് എക്സ് ഇൻറ്റു ഡി വൈ ഈക്വൽ ടു 0. നമുക്ക് ഡി വൈ ബൈ നമുക്ക് ഫോം ഏതാണ്, ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് നെക്സ്റ്റ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഈ ഫോമിലേക്ക് എത്തണം അല്ലേ. ഇപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്ന ഫോമിലേക്ക് എത്തണം. ദാറ്റ് ഈസ് ഞാൻ ഈ ഡി വൈ ബൈ ഡി എക്സിനെ ഇങ്ങോട്ട് എടുക്കണം, അല്ലെങ്കിൽ ഇതിനെ ഞാൻ ഇങ്ങോട്ട് എടുക്കണം. ദാറ്റ് ഈസ് മൈനസ് എക്സ് ഡി വൈ ഈക്വൽ ടു മൈനസ് വൈ പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു ഡി എക്സ്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മൈനസും മൈനസും ക്യാൻസൽ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഈ ഡി എക്സിനെ ഇങ്ങോട്ട് എടുത്ത് കഴിഞ്ഞാൽ എന്തായി, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വൈ പ്ലസ് ലോഗ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ എക്സ് എന്നായി. ഓക്കെ, ദാറ്റ് ഈസ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വൈ ബൈ എക്സ് പ്ലസ് ലോഗ് എക്സ് ഡിവൈഡ് ബൈ എക്സ് എന്നായി. ഓക്കെ, ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ ചെയ്യാം, ദാറ്റ് ഈസ് ഇതിനെ ഇങ്ങോട്ട് എടുക്കാം അല്ലേ, ഡി വൈ ബൈ ഡി എക്സ് മൈനസ് വൈ ഇൻറ്റു വൈ ഡിവൈഡ് ബൈ എക്സ് ഈക്വൽ ടു ലോഗ് എക്സ് ഡിവൈഡ് ബൈ എക്സ്. അപ്പോൾ ഈ ഫോമുല അല്ലേ, ഏതാ ഫോം, വൈ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് എക്സ് അല്ലേ. വൈ ഡാഷിൻ്റെ കോഫിഷ്യൻ്റ് 1. എന്താണ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇതിൻ്റെ കോഫിഷ്യൻ്റ്, ശരിക്കും ഇവിടെ മൈനസ് ഉള്ളത് നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ. That is p of x is equal to 1 by x minus 1 by x. ഇനി എന്താണ് f of x, that is log x divided by x. അപ്പോൾ ഈ ഫോമുല എന്താണ് സൊല്യൂഷൻ, therefore സൊല്യൂഷൻ എന്താണ്, y into e power integral p of x dx this equal to integral e power p of x integral e power integral p of x dx plus into f of x dx plus. ഇതാണ് സൊല്യൂഷൻ. അപ്പം നമുക്ക് ഇതൊന്ന് കണ്ടുപിടിക്കാം, ഈ ഒരു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഒന്ന് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻ്റഗ്രൽ മൈനസ് 1 ബൈ എക്സ് ഡി എക്സ് അല്ലേ. ദാറ്റ് ഈസ് ഇ പവർ മൈനസ് ലോഗ് എക്സ് അല്ലേ. ദാറ്റ് ഈസ് നമുക്ക് ഇതിനെ ഇ പവർ ലോഗ് എക്സ് ഓൾ പവർ -1 എന്ന് എഴുതാം അല്ലേ. ദാറ്റ് ഇംപ്ലൈസ് എക്സ് പവർ -1, ദാറ്റ് ഈസ് 1 ബൈ എക്സ്. അപ്പോൾ ഈ ഇത്രയും ടേം എന്താണ്, 1 ഡിവൈഡഡ് ബൈ എക്സ് എന്നാണ്. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇവിടെ സൊല്യൂഷനിൽ. ഇതാണ് സൊല്യൂഷൻ കേട്ടോ, ഇതാണ് സൊല്യൂഷൻ. ഇനി നമുക്ക് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് വൈ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ എക്സ്, കാരണം ഇത്രയും ടേം 1 ഡിവൈഡ് ബൈ എക്സ് ആണ്. ദിസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 ഡിവൈഡഡ് ബൈ എക്സ് എഫ് ഓഫ് എക്സ് എന്തായിരുന്നു, ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് സി. സിമ്പിൾ ഫോമിലേക്ക് മാറി അല്ലേ. ഓക്കെ, ലോഗ് എക്സ് ഡിവൈഡ് ബൈ എക്സ്, എക്സ് സ്ക്വയർ അല്ല, ലോഗ് എക്സ് ഡിവൈഡ് ബൈ എക്സ്. നെക്സ്റ്റ് ദാറ്റ് ഈസ് വൈ ബൈ എക്സ് ഈക്വൽ ടു ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് സി അല്ലേ. ഇങ്ങനെ കിട്ടി. ഇനി എന്ത് ചെയ്യണം, ഈ ഇൻ്റഗ്രൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം, ഡയറക്റ്റ് എന്തായാലും ബുദ്ധിമുട്ടാണ്, കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. therefore നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ എക്സിന് അല്ലെങ്കിൽ ലോഗ് എക്സിന് ടി എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ടി ഈക്വൽ ടു ലോഗ് എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, അങ്ങനെയെങ്കിൽ എക്സ് എന്ത് വരും, എക്സ് ഇ പവർ ടി വരും അല്ലേ. ഇ പവർ ടി പറഞ്ഞാൽ എക്സ് വരും. അപ്പോൾ നമുക്ക് ലോഗ് എക്സിന് ടി എന്നും കൊടുക്കാം, എക്സ് സ്ക്വയറിന് എന്ത് കൊടുക്കാം, ഇ പവർ 2t പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇനി എന്താണ് ഡി എക്സ് മാറ്റണം അല്ലേ. അപ്പം നമുക്ക് ഡി ടി ഡിവൈഡ് ബൈ ഡി എക്സ് എന്ത് വരും, ഡി ടി ഡിവൈഡ് ബൈ ഡി എക്സ് ദാറ്റ് ഈസ് 1 ബൈ എക്സ് എന്ന് വരും അല്ലേ. 1 ബൈ എക്സ് എന്ന് വരും. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ഡി എക്സ് ആണ് വേണ്ടത്. അപ്പോൾ ഡി എക്സ് എന്ത് വരും, ഡി എക്സ് ഈക്വൽ ടു ഇതിനെ ഇങ്ങോട്ട് എടുക്കാം, ഇതിനെ ഇങ്ങോട്ട് എടുക്കാം, എക്സ് ഇൻറ്റു ഡി ടി. എന്തായിരുന്നു എക്സ്, എക്സ് ഈക്വൽ ടു ഇ പവർ ടി അല്ലേ. ദാറ്റ് ഈസ് നമുക്ക് എന്ത് ചെയ്യാം,
e power t dt എന്ന് കൊടുക്കും. കംപ്ലീറ്റ് മാറ്റാം. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ log x നമ്മൾ എന്ത് കൊടുത്തു? t കൊടുത്തു. t. ഓക്കെ. നെക്സ്റ്റ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയറിന് ഇ റേസ് ടു ടി ഇൻറ്റു ഇ റേസ് ടു ടി കൊടുത്തു. അതാണ് ഇ റേസ് ടു ടി അല്ലേ? എക്സ് സ്ക്വയർ പറഞ്ഞാൽ ഇ റേസ് ടു ടി. ഡി എക്സ് പറഞ്ഞു കഴിഞ്ഞാലോ ഇ റേസ് ടു ടി ഇൻറ്റു ഡി ടി പ്ലസ് സി അല്ലേ? ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തുണ്ട്? ഇൻ്റഗ്രൽ ടി ബൈ ഇ റേസ് ടു ടി ഡി ടി പ്ലസ് സി. വളരെ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ടി ഇൻ്റഗ്രൽ ടി ഇ റേസ് ടു മൈനസ് ടി പ്ലസ് സി. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഫോറിയർ സീരീസ് ഒക്കെ ചെയ്തപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരം ഡിഫറൻഷ്യൽ എങ്ങനെ ചെയ്യാം, ഇൻ്റഗ്രൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത്. ഫസ്റ്റ് ഫംഗ്ഷൻ ഒരു ബ്രാക്കറ്റിൽ എഴുതി, രണ്ടാമത്തെ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രലിൽ വേറെ ബ്രാക്കറ്റിൽ എഴുതി, മൈനസ് എഗെയിൻ അടുത്ത ഇതിൻ്റെ ഡെറിവേറ്റീവ്, നെക്സ്റ്റ് ഇതിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് ടി മൈനസ് മൈനസ് ദാറ്റ് ഈസ് പ്ലസ് 1 വരും. കംപ്ലീറ്റ് ആയി. ദാറ്റ് ഈസ് ഇതാണ് എന്ത്? ഇതിൻ്റെ ഇൻ്റഗ്രൽ പ്ലസ് സി കൂടി ഉണ്ട്. ഓക്കെ. ദാറ്റ് ഈസ് ഒന്നുകൂടി വൃത്തിയിൽ എഴുതാം. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു മൈനസ് ടി ഇ റേസ് ടു മൈനസ് ടി മൈനസ് നെക്സ്റ്റ് ഇ റേസ് ടു മൈനസ് ടി പ്ലസ് സി. എന്താണ് എക്സ് കൊടുത്തത്? നമ്മൾ എക്സ് ടി എന്താ കൊടുത്തത്? ടി ഈക്വൽ ടു ലോഗ് എക്സിന് ടി കൊടുത്തത് അല്ലേ? അപ്പോൾ ടിക്ക് ലോഗ് എക്സ് കൊടുക്കുക. നെക്സ്റ്റ് രണ്ട് സൈഡും എ എടുത്തു കഴിഞ്ഞാൽ ഇ പവർ ടി ഈക്വൽ ടു എക്സ് ആയി. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇ പവർ മൈനസ് ടി എന്ത് വരും? 1 ഡിവൈഡ് ബൈ ഇ പവർ ടി ആണ് ഇ പവർ മൈനസ് ടി അല്ലേ? ദാറ്റ് ഈസ് 1 ബൈ എക്സ് വരും. തിരിച്ച് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു മൈനസ് ലോഗ് എക്സ് നെക്സ്റ്റ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് അല്ലേ? പ്ലസ് സി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ y ബൈ എക്സ് ആണുള്ളത് അല്ലേ? ദാറ്റ് ഈസ് y ത്രൂ ഔട്ട് എക്സ് കൊണ്ട് ഇൻറ്റു ചെയ്യാം. ദാറ്റ് ഈസ് y ഈക്വൽ ടു എക്സ് ഇൻറ്റു മൈനസ് ലോഗ് എക്സ് ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1 ബൈ എക്സ് പ്ലസ് സി. ഓക്കെ. എക്സോട് ഇൻറ്റു ചെയ്യുമ്പോൾ സിക്കും ഇൻറ്റു ചെയ്യണം അല്ലേ? ദാറ്റ് ഈസ് ഇവിടെ ഇൻറ്റു ചെയ്യുമ്പോൾ എന്തായി? എക്സ് എക്സ് ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് മൈനസ് ലോഗ് എക്സ്, ഇവിടെയും എക്സ് എക്സ് ക്യാൻസൽ ചെയ്യും, മൈനസ് 1 പ്ലസ് സി എക്സ് എന്ന് അല്ലേ? ദാറ്റ് ഈസ് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് വൈ മൈനസ് വൈ പ്ലസ് ലോഗ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു സി എക്സ്. ഇതാണ് സൊല്യൂഷൻ. ഓക്കെ. Next question. ഇതിൽ ഇനീഷ്യൽ കണ്ടീഷൻ ആയിരുന്നു. ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നോക്കണേ. ഇനീഷ്യൽ കണ്ടീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചെക്ക് ചെയ്യാം. ഇല്ല അല്ലേ? ഇവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? അതുകൊണ്ട് അതിൻ്റെ സൊല്യൂഷൻ ഇവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. solve 1 plus 1 plus y square into dx. This equal to tan inverse y minus x into dy. Okay. That is, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എഴുതി നോക്കാം. എന്താണ് സ്റ്റാൻഡേർഡ് ഫോം? y dash plus
പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് അല്ലേ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് സൊല്യൂഷനിലേക്ക് മാറ്റാം, സൊല്യൂഷൻ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇതിനെയാണ് വാരിയേഷൻ ഓഫ് മെത്തേഡ് ഓഫ് വാരിയേഷൻ ഓഫ് പാരാമീറ്റർ പറയും. മെത്തേഡ് ഓഫ് വാരിയേഷൻ ഓഫ് പാരാമീറ്റർ. കാരണം ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെ എഴുതേണ്ടത്, y into e raised to integral p of x dx equal to next integral of e raised to integral p of x dx into f of x dx plus c. ഈ ഒരു സൊല്യൂഷൻ കിട്ടുന്നത് ഈ മെത്തേഡ് ഓഫ് വാരിയേഷൻ ഓഫ് പാരാമീറ്റർ എന്ന ഒരു പ്രോസസ് വെച്ചും കണ്ട അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അതിന്റെ മെത്തേഡൊക്കെ മാറ്റിയിട്ട് വാരിയബിളൊക്കെ മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പേര് വരാൻ കാരണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ മെത്തേഡ് ഓഫ് വാരിയേഷൻ ഓഫ് പാരാമീറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മെത്തേഡ് എന്ന് നിങ്ങൾ ഓർത്തു വെക്കണം. നെക്സ്റ്റ് എങ്ങനെ ഇതിനെ ചെയ്യാം, ഈ ഒരു ഫോമിലേക്ക് ഫസ്റ്റ് എഴുതണം അല്ലേ. ദാറ്റ് ഈസ് ഡി വൈ ബൈ ഡി എക്സ്. ഞാൻ ഇതിനെ ഇങ്ങോട്ട് എടുക്കുകയാണ്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഇതിനെ ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ എന്തായി 1 പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടാൻ ഇൻവേഴ്സ് വൈ മൈനസ് എക്സ് എന്നായി. ഓക്കെ, ദാറ്റ് ഈസ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ടാൻ ഇൻവേഴ്സ് വൈ മൈനസ് എക്സ് പ്ലസ് y square divided by tan inverse y minus x. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഫോമിലല്ല, ഇവിടുത്തെ നമുക്ക് വേണ്ടത് ഇവിടെ എക്സിന്റെ ടേം മാത്രമുള്ള ഒരു ടേമുമാണ് അല്ലെ. എക്സ് മാത്രം വരുന്ന ഒരു ഫംഗ്ഷനാണ്. പക്ഷെ ഇതും എക്സും വൈയും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഈ രീതിയിൽ എഴുതാൻ പറ്റില്ല. എങ്ങനെ നോക്കി കഴിഞ്ഞാലും ഈ ഫോമിൽ മാറ്റാൻ പറ്റില്ല. പക്ഷേ നമുക്ക് തിരിച്ചെഴുതാൻ പറ്റുമോ? That is നമുക്ക് അറിയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്, y ഡാഷ് പ്ലസ് സം ഫംഗ്ഷൻ p of x into y ഈക്വൽ ടു f of x. ഇതാണെങ്കിൽ സൊല്യൂഷൻ എന്താണ്, y into e പവർ ഇന്റഗ്രൽ p of x dx ഈക്വൽ ടു ഇന്റഗ്രൽ e പവർ ഇന്റഗ്രൽ p of x dx into f of x dx plus c അല്ലേ. പക്ഷെ നേരെ തിരിച്ചാണല്ലോ, നമ്മളിവിടെ എക്സും വൈയും ഇന്റർചേഞ്ച് ചെയ്യണം. എക്സ് എന്നുള്ളത് ഫംഗ്ഷനും വൈ എന്നുള്ളത് വാരിയബിൾ ആക്കണം. അപ്പോൾ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈ ഫോമിലായിരിക്കും അല്ലെ. എക്സ് ഡാഷ് ദാറ്റ് ഈസ് എക്സ് ഡാഷ് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എക്സ് ഡിവൈഡ് ബൈ ഡി വൈ അല്ലെ. എക്സ് ഡാഷ് പ്ലസ് നെക്സ്റ്റ് ഫംഗ്ഷൻ എന്തായിരിക്കും പി ഓഫ് വൈ നെക്സ്റ്റ് ഇൻറ്റു എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ. അപ്പോൾ എക്സ് ഡാഷ് പറഞ്ഞ എന്താ, എക്സ് ഡാഷ് പറഞ്ഞാൽ ഡി എക്സ് ഡിവൈഡ് ബൈ ഡി വൈ. ഈ ഒരു ഫോമിലാണെങ്കിലും നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. നേരെ ഇവിടെയും നേരെ തിരിച്ചെഴുതിയാൽ മതി അല്ലേ. വൈയുടെ സ്ഥാനത്ത് എക്സ് എഴുതാം. എക്സ് ഇൻറ്റു ഇ പവർ ഇന്റഗ്രൽ പി ഓഫ് വൈ അല്ലേ. പി ഓഫ് വൈ ഇൻറ്റു ഡി വൈ ഈക്വൽ ടു ഇന്റഗ്രൽ ഇ പവർ ഇന്റഗ്രൽ പി ഓഫ് വൈ ഡി വൈ നെക്സ്റ്റ് എഫ് ഓഫ് വൈ ഇൻറ്റു ഡി വൈ പ്ലസ് ഇതായിരിക്കും. അപ്പം ആ ഒരു ടേമും കൂടും ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എക്സും വൈയും നേരെ ഇന്റർചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, എവിടൊക്കെ എക്സ് ഉണ്ടോ അവിടൊക്കെ വൈ കൊടുക്കുക, എവിടൊക്കെ വൈ ഉണ്ടോ അവിടൊക്കെ എക്സ് കൊടുക്കുക. പഠിക്കാൻ സിമ്പിളാണ്. പക്ഷേ നമുക്ക് കിട്ടിയിട്ടുള്ള ഫോം ഈ രീതിയിലല്ലെങ്കിൽ ഒന്നാമത്തെ ഫോം അല്ലെങ്കിൽ രണ്ടാമത്തെ ഫോമിലേക്ക് മാറ്റാൻ പറ്റുമോ ചെക്ക് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാം. ഇവിടുന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് നമുക്കറിയാം അല്ലേ. നമുക്ക് എക്സ് ഡാഷ് നേരെ ഇത് രണ്ടും തിരിച്ചെഴുതാം. അപ്പം എന്തായി ഡി എക്സ് ഡിവൈഡ് ബൈ ഡി വൈ. ഇവിടെ ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെയും ചേഞ്ച് ചെയ്യാം അല്ലേ. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈ മൈനസ് എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് വൈ സ്ക്വയർ. ദാറ്റ് ഈസ് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് മൈനസ് ഓക്കെ ടാൻ ഇൻവേഴ്സ് 1 പ്ലസ് വൈ സ്ക്വയർ മൈനസ് എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് വൈ സ്ക്വയർ. ഈ ടേമിനെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. ദാറ്റ് ഈസ് dx divided by dy plus x divided by 1 plus y square equal to tan inverse divided by 1 plus y square. ഇവിടെ നോക്കേ dx divided by dy next plus some function p of y into x equal to another function f of y അല്ലേ. x into p of i. p of i എന്താണ്, where p of i equal to 1 divided by 1 plus y square
അല്ലേ? എഫ് ഓഫ് വൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈ ഡിവൈഡ് ബൈ 1 പ്ലസ് വൈ സ്ക്വയർ, ടാൻ ഇൻവേഴ്സ് വൈ. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ 2 സെക്കൻഡ് എഴുതിയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ പോലെയാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈ ഒരു ഫോമുല ആയിപ്പോൾ, ഈ ഒരു ഫോമുല ദാറ്റ് ഈസ് എക്സ് ഡാഷ് പി ഓഫ് വൈ എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ, പി ഓഫ് വൈ ഇൻറ്റു എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ജനറൽ സൊല്യൂഷൻ നമുക്ക് റിസൾട്ട് വെച്ച് നമുക്ക് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് എന്താണ് സൊല്യൂഷൻ? ദാറ്റ് ഈസ് നമുക്ക് ഇതിനെ എക്സ് ഡാഷ് പ്ലസ് സം 1 ഡിവൈഡ് ബൈ 1 പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു എക്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതാം. ഇതാണ് പി ഓഫ് വൈ അല്ലേ? ദാറ്റ് ഈസ് സൊല്യൂഷൻ എന്താണ്? സൊല്യൂഷൻ എക്സ് ഇൻറ്റു ഇ പവർ ഇൻ്റഗ്രൽ പി ഓഫ് വൈ, പി ഓഫ് വൈ ഇൻറ്റു ഡി വൈ ഈക്വൽ ടു integral e power integral p of y dy f of y next dy plus c. കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം എന്ത് ചെയ്യാം, ഇന്റഗ്രൽ പി ഓഫ് വൈ ദാറ്റ് ഈസ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താണ്? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ദാറ്റ് ഈസ് ഇ പവർ ഇന്റഗ്രൽ പി ഓഫ് വൈ ഇൻറ്റു ഡി വൈ, ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ഇന്റഗ്രൽ e power integral 1 divided by 1 plus y square dy. എന്താണ് ഇതിന്റെ ഇന്റഗ്രൽ? 1 divided by 1 plus y square tan inverse y അല്ലേ? ദാറ്റ് ഈസ് e power tan inverse y. ഇതാണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഓക്കെ, therefore നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഞാൻ ഇവിടെ ചെയ്യാം. ദാറ്റ് ഈസ് tan x into e power x into e power tan inverse y, this equal to integral e power tan inverse y. Next f of y എന്താണ്? f of y that is tan inverse y divided by അല്ലേ? tan inverse y divided by 1 plus y square dy plus c. കാണുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻ്റഗ്രൽ. ഓക്കെ, ക്യാൻസൽ ചെയ്യുന്നൊന്നുമില്ല, പക്ഷെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ ചെയ്യാം? ഇവിടെ ഏതെങ്കിലും ഒന്നിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഏതിനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക? നിങ്ങൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും. ഇവിടെ കോമൺ ആയിട്ട് ഡിഫിക്കൽട്ടായിട്ട് വന്നിട്ടുള്ള ടേം ഏതാണ്? ടാൻ ഇൻവേഴ്സ് വൈ ആണ്. therefore t ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈ എന്ന് കൊടുക്കാം. ഓക്കെ, ടി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈ. ടാൻ ഇൻവേഴ്സ് വൈ കൊടുത്തു കഴിഞ്ഞാൽ ഈ പവർ ടി ആയി അല്ലേ? ഇവിടെ ടി ആയി, ഒന്നുകൂടി സിമ്പിളാവും. ഇനി ഈ പവർ ടി ഈക്വൽ ടാൻ ഇൻവേഴ്സ് വൈ കൊടുത്തു. അങ്ങനെയാണ് ഡി വൈ എങ്ങനെ കണ്ടുപിടിക്കും? ദാറ്റ് ഈസ് ഡി വൈ ഡി ടി ഡിവൈഡ് ബൈ ഡി വൈ ദാറ്റ്സ് ഈക്വൽ ടു 1 divided by ഇതിന്റെ ഡെറിവേറ്റീവ് അല്ലേ? ടാൻ ഇൻവേഴ്സ് വൈയുടെ ഡെറിവേറ്റീവ് ദാറ്റ്സ് ഈക്വൽ ടു 1 പ്ലസ് വൈ സ്ക്വയർ വരും. കാരണം എന്താ? ഇന്റഗ്രൽ എന്താണ്? ഇന്റഗ്രൽ ഓഫ് ഇവിടെ ഇന്റഗ്രൽ ഓഫ് 1 divided by 1 പ്ലസ് വൈ സ്ക്വയർ എന്താ? ദാറ്റ്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡെറിവേറ്റീവ് എന്താ? 1 divided by 1 പ്ലസ് വൈ സ്ക്വയർ വരും. ഓക്കെ, ഏതെങ്കിലും ഒരു റിസൾട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നേരെ ഓപ്പോസിറ്റ് റിവേഴ്സ് എടുത്താൽ മതി. ദാറ്റ് ഈസ് ഡി വൈ ബൈ ഡി ടി. ഇത് കിട്ടി. എന്താണ് ഡി വൈ നമുക്ക് വേണ്ടത്? ഡി വൈ ഇങ്ങോട്ട് എടുക്കുക, ഇതിനെ ഇങ്ങോട്ട് എടുക്കുക. ദാറ്റ് ഇംപ്ലൈസ് ഡി വൈ ഈക്വൽ ടു 1 പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി ടി എന്ന് എഴുതാം. ഓക്കെ, therefore നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാൻ ഇവിടെ എഴുതാം, ഇതിൻ്റെ ബാക്കി ഞാൻ ഇവിടെ എഴുതാം. ദാറ്റ് ഈസ് എക്സ് ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ പവർ ടാൻ ഇൻവേഴ്സ് വൈ നെക്സ്റ്റ് tan inverse y divided by 1 plus y square dy plus c ആയിരുന്നു അല്ലേ? നമുക്ക് എന്തൊക്കെ കൊടുക്കാം? ദാറ്റ് ഈസ് ടിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അതുപോലെ തന്നെ ഡി ടിക്ക് ഡി വൈക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു എന്താണ്? ഇ പവർ ടി, ഇ പവർ ടാൻ ഇൻവേഴ്സ് വൈ ദാറ്റ് ഈസ് ഇ പവർ ടി എന്ന് എഴുതാം അല്ലേ? ടാൻ ഇൻവേഴ്സ് വൈ എന്നുള്ളത് ടി ആണ്. ദിസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ പവർ ടി നെക്സ്റ്റ് ടാൻ ഇൻവേഴ്സ് വൈ ദാറ്റ് ഈസ് ടി നെക്സ്റ്റ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് വൈ സ്ക്വയർ ഡി വൈ എന്താണ്? 1 പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി ടി. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം അല്ലേ? പ്ലസ് സി.
വളരെ സിമ്പിൾ ഫോമിലേക്ക് മാറി. ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു ഇ പവർ ടി ദിസ് ഈക്വൽ ടു ഇ പവർ ടി ഇൻറ്റു ടി ഡി ടി പ്ലസ് സി അല്ലേ. ദാറ്റ് ഈസ് എക്സ് ഇ പവർ ടി ദിസ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇ റേസ് ടു ടി മൈനസ് 1 ഇൻറ്റു ഇ പവർ ടി. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം എന്താ, ഇവിടെ ഫസ്റ്റ് പോളിനോമിയലാണ്. സെക്കൻഡ് ഏത് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ടി ഇ റേസ് ടു ടി മൈനസ് ഇ റേസ് ടു ടി വന്നു അല്ലേ, പ്ലസ് സി. ദാറ്റ് ഈസ് എക്സ് ഇ റേസ് ടു ടി ഞാൻ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായി, ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു t e raised to t minus e raised to t plus c all divided by e raised to t. That is x equal to എങ്ങനെ എഴുതാം, t e raised to t ക്യാൻസൽ ചെയ്യാം. അപ്പോൾ t minus 1 plus c into e raised to minus t എന്ന് എഴുതാം. ഓക്കെ, എന്താണ് t? t പറഞ്ഞ tan ഇൻവേഴ്സ് y ആയിരുന്നു അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എന്തായി, that is this equal to x equal to tan inverse y minus 1 plus c into e power minus tan inverse y അല്ലേ. ഇവിടെ വെച്ച് വേണമെങ്കിൽ നിർത്താം, അല്ലെങ്കിൽ ഇതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഇവിടെ വെച്ച് ഈ ഒരു സ്റ്റെപ്പിൽ വെച്ച് കണ്ട് നിങ്ങൾക്ക് നിർത്താം. ഇവിടെ വെച്ച് കണ്ട് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഇതൊന്നും കൂടി വൃത്തിയിൽ നിർത്താം. ദാറ്റ് ഈസ് എന്തായി, എക്സ് ഇൻറ്റു ടാൻ ഇൻവേഴ്സ് വൈ ദിസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈ tan inverse എന്താണ് ഇ പവർ ടി, ദാറ്റ് ഈസ് ഇ പവർ ടാൻ ഇൻവേഴ്സ് വൈ മൈനസ് ടാൻ ഇൻവേഴ്സ്. ഇവിടെ വെച്ച് നിങ്ങൾക്ക് നിർത്താം. ഓക്കെ, ഇതിൽ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആയിരുന്നു. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ നോക്കണം, എന്തെങ്കിലും ഇനീഷ്യൽ കണ്ടീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഇതും ഡയറക്റ്റ് സോൾവ് ചെയ്യാനായിരുന്നു. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ ആൻസർ നിങ്ങളൊന്ന് കമ്പയർ ചെയ്യണം, ശരിയാണോ ചെക്ക് ചെയ്യാം. ശരിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോൾവ്. ഇപ്പൊ രണ്ട് രീതിയിൽ നമ്മൾ പഠിച്ചു. ഒന്ന് ഡി വൈ ബൈ ഡി എക്സ് എ പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വന്നു കഴിഞ്ഞാലും, രണ്ടാമത്തത് ഡി എക്സ് ഡിവൈഡ് ബൈ ഡി വൈ പ്ലസ് സം ഫംഗ്ഷൻ ഓഫ് വൈ പി ഓഫ് വൈ ഇൻറ്റു എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ വന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ സൊല്യൂഷൻ എഴുതാൻ പറ്റും. ഓക്കെ, എന്താണ്, ദാറ്റ് ഈസ് ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ്, y into e power integral p of x dx this equal to integral e power p of x dx f of x dx plus c. ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ്, x into e power integral p of y dy this equal to integral e power integral p of y dy f of y next dy plus c. Okay, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. solve y dash plus 6x square y equal to e power minus 2x cube divided by x square. Okay, y of 1 ഇവിടെ തന്നിട്ടുണ്ട്, ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. y of 1 equal to 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ചെയ്യാം, ദാറ്റ് ഈസ് നമുക്ക് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൾറെഡി ഒന്നാമത്തെ ഫോമാണ് അല്ലേ. ദാറ്റ് ഈസ് ഇവിടെ പി ഓഫ് എക്സ് എന്താ, പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 6x സ്ക്വയർ ആൻഡ് എഫ് ഓഫ് എക്സ് എന്താണ്, ദാറ്റ് ഈസ് ഇ പവർ മൈനസ് 2x ക്യൂബ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ, സൊല്യൂഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ, ദാറ്റ് ഈസ് ഇ പവർ ഇൻ്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ്, ദാറ്റ് ഈസ് ഇ പവർ ഇൻ്റഗ്രൽ 6x square dx, that is e power integral 6, that is എന്ത് വരും, 6x cube divided by 3 എന്ന് വരും അല്ലേ, x cube divided by 3, that's equal to e power 2x cube എന്ന് വരും അല്ലേ. therefore solution എന്താവും, y into e power 2x cube this equal to integral e power 2x cube f of x, എന്താണ് f of x, e power minus 2x cube divided by x square into dx plus c. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇവിടെ ഇത് രണ്ടും എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്ത് പോകും. കാരണം എന്താ, ഇവിടെ മൈനസാണ്
അപ്പോൾ രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പവർ 0 വരും. അല്ലെങ്കിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ ആണ്, അപ്പോൾ രണ്ടും ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താണ്? y ഇൻറ്റു ഇ പവർ 2x ക്യൂബ് ദിസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1/x² dx പ്ലസ് c. സിമ്പിൾ ഫോമിലേക്ക് മാറി. ദാറ്റ് ഈസ് ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് പവർ -2ന്റെ ഇൻ്റഗ്രൽ എന്താ? ദാറ്റ് ഈസ് dx. ദിസ് ഈസ് എക്സ് പവർ -2 പ്ലസ് 1/-2 പ്ലസ് 1, ദാറ്റ് ഈസ് 1/x -1/x എന്ന് വരും അല്ലേ? ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു -1/x പ്ലസ് c എന്നായി. നമുക്കൊരു എക്സ് കൊണ്ട് ത്രൂ ഔട്ട് ഇൻറ്റു ചെയ്യാം അല്ലേ? എക്സ് കൊണ്ട് ത്രൂ ഔട്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? എക്സ് ഇൻറ്റു വൈ ഇ പവർ 2x ക്യൂബ് മൈനസ് ഈക്വൽ ടു -1 പ്ലസ് c വരും. മൈനസിനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എക്സ് വൈ ഇ പവർ 2x ക്യൂബ് പ്ലസ് 1 ഈക്വൽ ടു c എന്നായി. പക്ഷെ നമുക്കൊരു ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്, y ഓഫ് 1 ഈക്വൽ ടു 0 എന്ന് തന്നിട്ടുണ്ട്. അതിന്റെ മീനിങ് എന്താ? വൈയുടെ വാല്യൂ 0 വരും അല്ലേ? എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ 0 വരും. അതായത് ഇതിന്റെ മീനിങ് എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ 0 വരും. നമുക്ക് കൊടുത്തു നോക്കാം. എക്സിന് 1 കൊടുക്കാം, വൈക്ക് 0 കൊടുക്കാം. അപ്പൊ എക്സിന് 1 ഉം വൈക്ക് 0 കൊടുക്കുമ്പോൾ ഈ ടേം കംപ്ലീറ്റ് 0 ആയി അല്ലേ? ബാക്കി എന്തുണ്ട്? 1 ഈക്വൽ ടു c. therefore c ഈക്വൽ ടു 1 എന്ന് കിട്ടി. therefore സൊല്യൂഷൻ നമുക്ക് എങ്ങനെ എഴുതാം? xy e പവർ 2x ക്യൂബ് പ്ലസ് 1 ഈക്വൽ ടു 1. ഓക്കെ, എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഇവിടെ നമുക്ക് ഇവിടെ ഈ ഒറ്റയടിക്ക് ഇങ്ങോട്ട് എടുക്കാൻ പറ്റില്ല അല്ലേ? കാരണം ഇവിടെ ഈ സിക്കും കൂടെ വേണം. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ത്രൂ ഔട്ട് ഇവിടെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം. ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എന്തായി? -1 ഇൻറ്റു 1 പ്ലസ് c ഇൻറ്റു എക്സ് ഓൾ ഡിവൈഡഡ് ബൈ എക്സ് എന്നിട്ടേ ഇങ്ങോട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലാതെ ഒറ്റയടിക്ക് ഇവിടുന്ന് എക്സിനെ ഇങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എന്ത് വരും? സി എക്സ് വരും അല്ലേ? ഇനി ഇനീഷ്യൽ കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായി? ദാറ്റ് ഈസ് 1 ഈക്വൽ ടു, ശരിയാണ്, ഇതന്നെ വന്നു അല്ലേ? പക്ഷേ ആൻസറിൽ ഇവിടെ ഒരു എക്സ് ഉണ്ടാവും. ഓക്കെ, ഞാൻ ഇവിടെ ഒറ്റയടിക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് എടുത്ത് തെറ്റാണ്. കാരണം ഇവിടെ കോമൺ ഉണ്ടെങ്കിലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാം. പാർഷ്യൽ ഫ്രാക്ഷൻ ഇല്ല, ഇവിടെ ക്രോസ് ആഡ് ചെയ്യാം. ഇത് രണ്ടും ആഡ് ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്നാ പറയാം അല്ലേ? ദാറ്റ് ഈസ് -1 പ്ലസ് സി എക്സ് ഓൾ ഡിവൈഡഡ് ബൈ എക്സ് വരും. ആ എക്സിനെ പിന്നീട് ഇങ്ങോട്ട് എടുക്കാം. ഓക്കെ, ഫൈനൽ ആൻസർ ഇതാണ്. ടെക്സ്റ്റ് ബുക്കിലെ ആൻസറുമായി ജസ്റ്റ് നിങ്ങൾ കമ്പയർ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. solve dy by dx plus 2xy equal to f of x, where y of 0 equal to 2, f of x കോമൺ ആയിട്ടുള്ള ഫംഗ്ഷൻ തന്നുള്ളത് ഒരു ഇന്റർവെല്ലിൽ എക്സ് 0 ലെസ് ദാൻ or equal to x less than 1, 0 x greater than or equal to 1. അപ്പോൾ ഇവിടെ രണ്ട് സൊല്യൂഷൻ ഉണ്ടാവും അല്ലേ? ഈ ഒരു എക്സ് വരുമ്പോഴുള്ള സൊല്യൂഷനും 0 വരുമ്പോഴുള്ള സൊല്യൂഷനും. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള ഡിഫറൻഷിയേഷൻ ഏത് ഫോമിലാണ്? ആ സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നെയാണ് അല്ലേ? ദാറ്റ് ഈസ് ഇവിടെ ഈ നമുക്ക് ആദ്യം സൊല്യൂഷൻ എഴുതാം. ദാറ്റ് ഈസ് സൊല്യൂഷൻ y ഇൻറ്റു e raised to integral p of x dx. നെക്സ്റ്റ് equal to integral e power integral p of x dx f of x dx plus c. Okay, next എന്താണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ? ദാറ്റ് ഈസ് ഇന്റഗ്രൽ p of x dx എന്താണ്? ദാറ്റ് ഈസ് ഇന്റഗ്രൽ p of x 2x അല്ലേ? ദാറ്റ് ഈസ് 2x dx. ദാറ്റ് ഈസ് e പവർ 2x square divided by 2, that is e power x square വരും അല്ലേ? e power x square next dx, that is this equal to y into e power x square, this equal to integral e power x square next f of x രണ്ട് ടേം ആയിട്ട് വേണ്ടി വരും. that is x ഈ ഇന്റർവെല്ലിൽ 0 അല്ലേ? ഈ 0 to 1 ഫംഗ്ഷന്റെ വാല്യൂ x, that is x into dx.
എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും? വളരെ സിമ്പിളാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ദാറ്റ് ഈസ് യു ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് കൊടുക്കാം. എന്താണ് ഡി യു ഡിവൈഡ് ബൈ ഡി എക്സ്? ദാറ്റ് ഈസ് 2x. എന്താണ് ഡി യു അല്ലെങ്കിൽ ഡി എക്സ്? എന്താണ് ഡി യു ഡിവൈഡ് ബൈ 2x. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ പവർ യു എക്സ് ഇൻറ്റു ഡി എക്സ് ഡി യു ഡിവൈഡ് ബൈ 2x. എക്സ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി 1/2 പുറത്തേക്ക് എടുക്കാം അല്ലേ? 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ ഇ പവർ യു ഇൻറ്റു ഡി യു. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ഡയറക്റ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? 1/2 ഇ പവർ യു. എന്താണ് യു? യു ഈക്വൽ ടു എക്സ് സ്ക്വയർ ആയിരുന്നു. ദാറ്റ് ഈസ് 1/2. ഇവിടെ ഒരു പ്ലസ് സിയും കൂടി ഉണ്ട് അല്ലേ? വിട്ടു പോകരുത് ആ സി. കാരണം നമുക്ക് ആ ഫാമിലി ഓഫ് സൊല്യൂഷനാണ് കിട്ടുക. ആ സി വിട്ടു പോകരുത്. ദാറ്റ് ഈസ് 1/2 ഇ പവർ യു പ്ലസ് സി എന്ന് കിട്ടി. ദാറ്റ് ഈസ് 1/2 ഇ പവർ യു, ദാറ്റ് ഈസ് ഇ പവർ എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയർ പ്ലസ് സി എന്ന് കിട്ടി. ഓക്കെ, therefore സൊല്യൂഷൻ എന്തായി? സൊല്യൂഷൻ y ഇൻറ്റു ഇ പവർ എക്സ് സ്ക്വയർ അല്ലേ? ഇ പവർ എക്സ് സ്ക്വയർ പ്ലസ് അല്ലെങ്കിൽ 1/2 ഈക്വൽ ടു 1/2 ഇ പവർ എക്സ് സ്ക്വയർ പ്ലസ് സി എന്ന് കിട്ടി. ആ സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്. എന്താണ്? y ഓഫ് 0 ഈക്വൽ ടു 2. ഓക്കെ, അപ്പോൾ ഇതിന്റെ മീനിങ് എന്താ? എക്സിന് 0 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 2 വരും. ഇപ്പോൾ വൈയുടെ വാല്യൂ 2 കൊടുക്കാം. ദാറ്റ് ഈസ് 2 ഇൻറ്റു ഇ പവർ 0 ഈക്വൽ ടു 1/2 ഇ പവർ 0 പ്ലസ് സി. ദാറ്റ് ഈസ് 2 മൈനസ് 1/2 അല്ലേ? 2 മൈനസ് 1/2 ഈക്വൽ ടു സി എന്ന് വരും. ദാറ്റ് ഈസ് 3/2 ഈക്വൽ ടു സി എന്ന് വരും. അപ്പോൾ സിയുടെ വാല്യൂ നമുക്ക് കിട്ടി 3/2. therefore സൊല്യൂഷൻ എന്താണ്? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ y ഇ പവർ എക്സ് സ്ക്വയർ ഈക്വൽ ടു 1/2 ഇ പവർ എക്സ് സ്ക്വയർ പ്ലസ് 3/2 എന്നായി. നമുക്ക് y ഈക്വൽ ടു എന്ന ഫോമിലേക്ക് മാറ്റി എഴുതാം. എന്താണ് y ഈക്വൽ ടു? ത്രൂ ഔട്ട് ഒരു ഇ പവർ എക്സിനോട് ഡിവൈഡ് ഇങ്ങോട്ട് എടുത്താൽ മതി അല്ലേ? ദാറ്റ് ഈസ് y ഈക്വൽ ടു 1/2 ഇ പവർ എക്സ് സ്ക്വയർ പ്ലസ് 3/2 ഓൾ ഡിവൈഡഡ് ബൈ ഇ പവർ എക്സ് സ്ക്വയർ. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യും അല്ലേ? ബാക്കി ഇത് ഇവിടെ ഉണ്ടായിരിക്കും. ഇതിന്റെ ഡിനോമിനേറ്റർ ഉണ്ടാവും. ഇതിന്റെ ഡിനോമിനേറ്റർ ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു. ഇവിടെ എന്താണ്? ഇ പവർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 2, സോറി ഇ പവർ എക്സ് സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, therefore വൈയുടെ സൊല്യൂഷൻ നമുക്ക് കിട്ടി. y ഈക്വൽ ടു 1/2 ഇ പവർ എക്സ് സ്ക്വയർ, സോറി ഈ 1/2 ഇ പവർ എക്സ് സ്ക്വയറിൽ ക്യാൻസൽ ചെയ്തു. 1/2 പ്ലസ് 3/2 ഇ പവർ മൈനസ് എക്സ് സ്ക്വയർ. എപ്പോ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1 ആവുമ്പോൾ. ഓക്കെ, കാരണം ഈ ഒരു ഇന്റർവെല്ലിൽ നമ്മൾ ഫംഗ്ഷൻ എടുത്ത് ഒന്നും കൂടി നമുക്ക് എഴുതാണ്ട് അല്ലേ? ദാറ്റ് ഈസ് ഏത് ഇന്റർവെല്ല്? ദാറ്റ് ഈസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആവുമ്പോഴുള്ള സൊല്യൂഷൻ കൂടി എഴുതാം. ദാറ്റ് ഈസ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ആവുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ 0 ആണ്. therefore നമുക്ക് എഴുതാം ദാറ്റ് ഈസ് y ഇൻറ്റു ഇ പവർ എക്സ് സ്ക്വയർ ദിസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ പവർ എക്സ് സ്ക്വയർ ഇൻറ്റു 0 ഡി എക്സ് പ്ലസ് സി എന്ന് എഴുതാം അല്ലേ? ഈ ടേം എന്തായി? കംപ്ലീറ്റ് 0 ആയി. ബാക്കി എന്തായി? ഇ പവർ എക്സ് സ്ക്വയർ ദിസ് ഈക്വൽ ടു സി എന്നായി. ഓക്കെ, ഇവിടെയും നമുക്ക് കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്താ കണ്ടീഷൻ? y ഓഫ് 0 ഈക്വൽ ടു 2. ഇതിന്റെ മീനിങ് എന്താണ്? വൈയുടെ വാല്യൂ 2 വരും എപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ. ദാറ്റ് ഈസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 ഇൻറ്റു ഇ പവർ 0 ഈക്വൽ ടു സി. ദാറ്റ് ഇംപ്ലൈസ് സി ഈക്വൽ ടു 2. കംപ്ലീറ്റ് ആൻസർ കിട്ടി അല്ലേ? എന്താണ് ആൻസർ? ദാറ്റ് ഈസ് y ഇൻറ്റു ഇ പവർ എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 അല്ലേ? That is y equal to 2 into e power minus x square divided by എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. therefore സെക്കൻഡ് സൊല്യൂഷൻ നമുക്ക് കിട്ടി 2 into e power minus x square. ഇതാണ് കംപ്ലീറ്റ് സൊല്യൂഷൻ. ഓക്കെ, എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഇത് കഴിഞ്ഞിട്ട് ഒരു പ്രോബ്ലം ഉണ്ട്, ഒരു ഡമ്മി വാല്യൂ ഉപയോഗിച്ച്. പക്ഷെ അതിന്റെ തിയറി ഒന്നും നിങ്ങൾക്ക് ഇല്ല. എങ്ങനെ കിട്ടുന്നത്? ജസ്റ്റ് ഒരു മനപ്പാഠം നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുന്ന പോലെ ആ പ്രോബ്ലം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ആ പ്രോബ്ലം നിങ്ങൾക്ക് എവിടെയെങ്കിലും അതിൻ്റെ തിയറി എക്സ്പ്ലനേഷൻ വരികയാണെങ്കിൽ
അവിടെ ഞാൻ എടുക്കും. അതേപോലെ ഫസ്റ്റ് ചാപ്റ്ററിലും ഒരു ഡമ്മി വാരിയബിൾ ഉപയോഗിച്ച് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, അത് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അത് നിങ്ങൾക്ക് എന്തായാലും മനപ്പാടമാക്കുന്ന രീതിയിൽ പഠിക്കേണ്ടി വരും. കാരണം അത് എങ്ങനെ ഡമ്മി വാരിയബിൾ എങ്ങനെ ലിമിറ്റ് എടുക്കുന്നത് അതൊന്നും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല. അതുകൊണ്ട് എക്സാമിന് വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും ഞാൻ എന്ത് ചെയ്യാം, എവിടെയെങ്കിലും അതിൻ്റെ തിയറി വരികയാണെങ്കിൽ ആ ടൈമിൽ അത് ഡമ്മി വാരിയബിൾ ഉപയോഗിച്ചുള്ള എല്ലാ പ്രോബ്ലംസും ഒന്നിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു.